നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ദിവസങ്ങളിൽ 2 നേരം നമ്മൾ വായന ചെയ്യുന്നതായിരിക്കും. 2 മണിക്കും രാത്രി 10 മണിക്കും ദിവസങ്ങളിൽ മാത്രം 2 വായന ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും എന്തിന് നിങ്ങളെ ഉപേക്ഷിച്ചു പോയി? സത്യങ്ങൾ ചുരുളഴിയുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന വായന. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കൂടിച്ചേരണമെന്നും നിങ്ങളെ വിവാഹം ചെയ്ത് കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത്. നിങ്ങളുമായിട്ട് വേർപെടേണ്ടി വരുമെന്നും അല്ലെങ്കിൽ സെപ്പറേഷൻ ബ്രേക്കപ്പ് അവസ്ഥകളിലേക്ക് പോകേണ്ടി വരുമെന്നും ഈ വ്യക്തി ഒരു കാരണവശാലും ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഈ വ്യക്തി മനസ്സിൽ പോലും കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് വേറെയും പ്രപ്പോസൽസ് അല്ലെങ്കിൽ വേറെയും പ്രണയിക്കാനുള്ള അവസരങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് വേറെ വ്യക്തികൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ചുറ്റിനും നടക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും വേറെ ബന്ധത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യമാണ് ഇതിലൂടെ തെളിയുന്നത്. ഇവിടെ ഈ വ്യക്തി മനസ്സുകൊണ്ട് മാനസികപരമായിട്ട് വളരെയധികം ഫ്രസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാനസിക പിരിമുറുക്കങ്ങളും ധാരാളം സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ഈ വ്യക്തിയെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില സമയങ്ങളിൽ ഈ വ്യക്തി വിചാരിക്കുന്നു ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് ഏറ്റവും നല്ലതെന്ന്. ഒറ്റപ്പെട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും യാതൊരു തരത്തിലും ആരുമായിട്ടും ബന്ധമില്ലാതെ എവിടേക്കെങ്കിലും സന്യാസയോഗം നയിക്കാമെന്നും ഈ വ്യക്തി കരുതുന്നു. കാരണം നിങ്ങളുമായിട്ട് ഒരു പുതുമയിലേക്ക് അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിൻ്റെ നിരാശ ഈ വ്യക്തിക്ക് അങ്ങേയറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ രണ്ടുപേരും ഈ ഒരു പ്രണയബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം വേറെ ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ കണക്ഷനിലേക്കോ വേറെ സാഹചര്യത്തിലേക്കോ നിങ്ങളെ വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതിനോടകം പോയി കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിക്ക് ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങളോട് അവർക്ക് എപ്പോഴും സഹതാപവും പശ്ചാത്താപവും കുറ്റബോധവും തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം സമാധാനമില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ കടന്നാക്രമണവും അവരിൽ നിന്നുമുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യവും ഒക്കെയും ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ട് താല്പര്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ പാനപാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഈ വ്യക്തിക്ക് മറ്റു പലവരെയും അനുസരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പിതാവിൻ്റെ ഊർജം നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമായിരിക്കാം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം വേണ്ട എന്ന് വെക്കുകയും പോസിറ്റീവിലേക്ക് വരാതെ ഈ വ്യക്തി നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കളിപ്പാവയെ പോലെ മുന്നോട്ട് പോയാൽ യാതൊരു തരത്തിലുമുള്ള സംതൃപ്തിയും സന്തോഷവും ലഭിക്കില്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ കൊതിയായിട്ടല്ല ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്.
മറ്റുള്ളവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ, മറ്റുള്ളവരുടെ നല്ല രീതിയിലുള്ള നിർബന്ധ പ്രകാരമാണ് ഈ വ്യക്തിക്ക് അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ചുറ്റിനുമുള്ളവരെല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷെ ഈ വ്യക്തിക്ക് മാത്രം സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും ഈ വ്യക്തി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, ത്യജിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് എന്ത് ലഭിച്ചു എന്നുള്ള ചിന്തയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർത്തും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അത് തേർഡ് പാർട്ടിയോ മാതാപിതാക്കളോ മറ്റുള്ള വ്യക്തികളോ ആരും തന്നെ തടസ്സമല്ല. അപ്പോൾ തടസ്സമല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ അവരെയൊക്കെ ഈ വ്യക്തിക്ക് പേടിയായിരുന്നു. കാരണം അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേദനിക്കുമോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ വ്യക്തി ഓരോ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള വികാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ സ്വന്തമായി സന്തോഷിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി എപ്പോഴും സ്വപ്നം കാണുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതമോ ഒരുമിച്ചുള്ള ആഘോഷങ്ങളോ ആണ് ഈ വ്യക്തി ഏറെ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിമുളച്ചിട്ടുള്ളതല്ല, വളരെ കാലത്തെ ആഗ്രഹങ്ങൾ തന്നെയാണ്. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. നിങ്ങളെ ഉപേക്ഷിക്കണം എന്ന് പോലും ഈ വ്യക്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തി മാറിപ്പോകുന്നുണ്ടെങ്കിൽ തീർത്തും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ സ്നേഹത്തിന്റെ പാനപാത്രം യാതൊരു കാരണവശാലും വറ്റിപ്പോയിട്ടില്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് അവശേഷിച്ചിട്ടുണ്ട്. അത് തീർത്തും പുതുക്കിയെടുത്ത് പുതിയ തുടക്കത്തിലേക്ക് വരുവാനാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഒരു പുനർജന്മം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഈ വ്യക്തിക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതിനെയും മറികടക്കാൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള നിലപാടും ഊർജവും കാര്യപ്രാപ്തിയും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എവിടെയൊക്കെയോ മറ്റുള്ളവരുടെ ബ്രെയിൻ വാഷിൽ ഈ വ്യക്തിയുടെ മനസ്സ് മാറിപ്പോയി. ചിന്തകൾക്ക് മാറ്റം സംഭവിച്ചു, നിങ്ങളിൽ നിന്നും അകന്നുപോയി. ഇപ്പോൾ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് മറ്റാരും എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും നടക്കുകയില്ല. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ തീരുമാനങ്ങൾക്കനുസരിച്ചോ മാറ്റിവെക്കാനും ഒഴിഞ്ഞിടാനും ഉള്ളതല്ല എൻ്റെ ജീവിതം എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും വഴുതി വീഴാതെ വളരെയധികം നിരീക്ഷണത്തോടു കൂടിയും വളരെയധികം ചിന്താശക്തിയോടു കൂടിയും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ദിനം പ്രതി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും എവിടെയും കുഴിച്ചു മൂടാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഇതിനോടകം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള വികാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം തീവ്രമായത് തന്നെയാണ്. അത് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാപിതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച വ്യക്തികൾ ആരാണോ അവരെ കുറിച്ചൊന്നും തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം. കാരണം ഈ വ്യക്തിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ ഇനി അതിനെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ഇൻഫോർമേഷൻ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. അതിൽ പ്രധാന പങ്ക് പിതാവിൻ്റെ സ്ഥാനത്ത്, അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ ഉള്ളതായി കാണപ്പെടുന്നു. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പുതിയൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.